ഹായ് ഗെയ്സ്, എന്തെല്ലാം വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫിഷ് മസാല റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. ഫിഷ് മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോളം ചൂരമീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. നമുക്ക് ഓരോ മീൻ വെച്ചിട്ടായിരിക്കും ടേസ്റ്റ് കൂടുതലും കുറവൊക്കെ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ മുള്ള് കുറവുള്ള മീൻ എടുക്കാൻ നോക്കുക. ഇനിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്കൊന്ന് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1.5 സ്പൂണോളം മുളക് പൊടി എടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്തിട്ട് 1 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഒരു നുള്ളു വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. മീനിലോട്ട് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മസാല ഉണ്ടാക്കുന്നത്. അതുപോലെ കുടംപുളി ഇട്ടിട്ടാണ് ഈ മീൻ മസാല ഉണ്ടാക്കുന്നത്. നിങ്ങൾ കുടംപുളി വെച്ചിട്ട് കറിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ, പക്ഷേ ഒരു വെറൈറ്റി ഒന്നും കൂടി ടേസ്റ്റ് കൂടായിരിക്കും ഇങ്ങനെ ഒരു മസാല ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ കുടംപുളി ഇട്ടിട്ട് കറിയല്ലാതെ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കിയെടുക്കണം. ഇനി നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ടെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി വെക്കണം. ആ മസാല നന്നായിട്ടൊന്ന് മീനിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലുള്ളൂ നമ്മുടെ ഫിഷ് മസാല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിക്കാം. ഏത് എണ്ണയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്താൽ മതി. നമുക്ക് കൂടുതൽ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമല്ല. ഇനി ചൂടായിരിക്കുമ്പോൾ നമുക്ക് ഓരോ മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം. അതുപോലെ നമ്മൾ മീൻ പൊരിച്ചെടുക്കുമല്ലോ, അതേപോലെ ഫ്രൈ ചെയ്തെടുക്കൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് രൂപത്തിലായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് എടുക്കണം. കരിഞ്ഞു പോകുകയൊന്നും ചെയ്യരുത്. അപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെക്കാം. അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അത് ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടുകൊടുക്കാം. അപ്പോൾ ഓരോ മീൻ നിങ്ങൾ എത്ര എടുക്കുന്നെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ അളവ് കൂട്ടിയെടുക്കാം. അതുപോലെ തന്നെ ഒരു 2 വലിയ ഉള്ളി കട്ട് ചെയ്തതാണ്, നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ 2 പഴുത്ത തക്കാളി ഇട്ടുകൊടുക്കാം. അതുപോലെ തന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളകിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ വാട്ടിയെടുത്ത ഉള്ളിയിലോട്ട് നമുക്കിത് ഒഴിച്ചെടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ഒഴിച്ചത് നന്നായിട്ട് പച്ചമണമൊക്കെ മാറി കളറൊക്കെ വ്യത്യാസമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികളൊക്കെ ഇട്ടുകൊടുക്കാം. ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 സ്പൂണോളം മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടി 1 സ്പൂണോളം ഇട്ടുകൊടുത്തിട്ട് കുറച്ച് വലിയ ജീരകം 1/2 സ്പൂണോളം ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇനി വലിയ ജീരകത്തിൻ്റെ പൊടിയാണെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുക്കാം. വലിയ ജീരകമൊക്കെ ഇട്ടുകൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ മീൻ മസാല. ഇനി ചൂടുവെള്ളത്തിൽ ഞാൻ കുറച്ച് കുടംപുളി ഇട്ട് വെച്ചതാണ്, അതും കൂടി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. ഇനി അതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ശേഷം നമുക്ക് ഒരു ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കൊന്ന് തിളച്ച് വരണം കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടച്ച് തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റോളം നന്നായിട്ട് തിളച്ച് കിട്ടണം. ഒരു 2 മിനിറ്റോളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മസാലയോട് കൂടിയിട്ടുള്ള നല്ലൊരു കറി രൂപത്തിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം.
ഈ വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. ഫ്രൈ ചെയ്ത മീനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മീനൊന്നും അതിനെ ഉടഞ്ഞ് കിട്ടുമൊന്നുമില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ മീൻ ഉണ്ടായിരിക്കും. അതുപോലെ ഇനി നമ്മളിത് ഫ്രൈ ചെയ്തതാണല്ലോ, അതുകൊണ്ട് കൂടുതൽ നേരം ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു മിനിറ്റോളം നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ മീൻ മസാലയ്ക്ക്. ഇനിയിപ്പോൾ ചിലർക്ക് ഇങ്ങനെ കറി രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. ഇപ്പം നല്ല അടിപൊളിയായിട്ട് ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം. അതുപോലെ നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം. ഇനി മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും ഇട്ടുകൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇത് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിപ്പോൾ കറി രൂപ പോലെ കുറച്ച് നമുക്ക് ഇതായിട്ടാണ്. ഇനി ഇതൊരു 1/2 മണിക്കൂറോളം നമുക്ക് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് മീൻ മസാല സൂപ്പറായിട്ട് തയ്യാറായിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മീൻ മസാലയായിരിക്കും. ഇത് ചപ്പാത്തിയുടെ കൂടെയും ദോശൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും സൈഡ് ഡിഷായി കഴിക്കാൻ പറ്റിയ നല്ലൊരു മീൻ മസാലയാണ്. ഉറപ്പായും പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴത്തുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അപ്പോൾ നല്ലൊരു റെസിപ്പിയും കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു.